Meet the editors. പത്തനംതിട്ട മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി ബിജെപിയിൽ തർക്കം. പി.സി. ജോർജിനായി ദേശീയ നേതൃത്വം ഉറച്ചു നിൽക്കുമ്പോൾ നായർ സ്ഥാനാർത്ഥി എന്ന നിലപാടിലാണ് സംസ്ഥാന ഘടകം. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ മത്സരിപ്പിക്കാനാണ് ധാരണ. 29-ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ പട്ടിക പ്രഖ്യാപിക്കും. പി.സി. ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. നായർ സ്ഥാനാർത്ഥി വേണമെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം. പി.സി. ജോർജിനോടുള്ള ബി.ഡി.ജെ.എസിന്റെ എതിർപ്പും ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. പി.എസ്. ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് സംസ്ഥാനത്തിന്റെ പട്ടികയിലുള്ളത്. പി.സി. ജോർജിന് പകരം ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാൻ സംസ്ഥാന ഘടകം തയ്യാറാണ്. പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ കോട്ടയത്തും ഷോൺ ജോർജിനെ പരിഗണിക്കും. കോട്ടയം ബി.ഡി.ജെ.എസിന് കൊടുക്കാമെന്ന ധാരണ തെറ്റുമെന്ന് മാത്രം. നിലവിൽ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് കരുതുന്നു. കോട്ടയം, ചാലക്കുടി, ഇടുക്കി, മാവേലിക്കര എന്നീ 4 മണ്ഡലങ്ങൾ ബി.ഡി.ജെ.എസിന് നൽകിയാൽ ബി.ജെ.പി. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ മണ്ഡലമില്ലാതാകും. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട പി.സി. ജോർജിന് നൽകേണ്ടി വരും. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് മത്സരിക്കും. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ വി. മുരളീധരൻ, പാലക്കാട് സി. കൃഷ്ണകുമാർ എന്നിവർ ഉറച്ച പേരുകളാണ്. കോഴിക്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശിന്റെ പേരിനാണ് പ്രാമുഖ്യമെങ്കിലും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരും പട്ടികയിലുണ്ട്. മലപ്പുറത്ത് ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടിയും കാലിക്കറ്റ് സർവകലാശാല മുൻ വി.സി. അബ്ദുൽ സലാമും പരിഗണനയിലുണ്ട്. കാസർഗോഡ് പി.കെ. കൃഷ്ണദാസ്, രവീശ് തന്ത്രി ഗുണ്ടാർ, മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അശ്വിനി എന്നിവരും പട്ടികയിലുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്. ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ ചിത്രം വൈകുന്നു എന്നതാണ് ചോദ്യം. വൈകുന്നോ? ഉണ്ണിബാലകൃഷ്ണൻ, ചിത്രം വൈകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെയും LDF-ൻ്റെയും ചിത്രം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിനോടകം തന്നെ. ഇപ്പം LDF പ്രഖ്യാപിച്ചില്ലെങ്കിലും ഏറെക്കുറെ അത് ഉറപ്പാണ്. അതുപോലെ UDF പ്രഖ്യാപിച്ചില്ലെങ്കിലും അവരുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. എന്നാൽ വ്യക്തത വരാത്ത ചിത്രം എന്ന് പറയുന്നത് നിശ്ചയമായും BJP-യുടേതാണ്, NDA-യുടേതാണ്. ആരൊക്കെയാണ് മത്സരരംഗത്ത് ഉണ്ടാവുക എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്നവർ പറയുന്ന തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും ഒരു വ്യക്തമായ ധാരണയില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് അവസാനം പറയുന്നതെങ്കിൽ കൂടിയും ഇടയ്ക്ക് ശോഭനയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ഇതിനിടയിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. ആറ്റിങ്ങിൽ മാത്രമാണ് ഒരു വ്യക്തത വന്നിരിക്കുന്നത്. അത് വി. മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നുള്ളത്. പത്തനംതിട്ടയിൽ വളരെ ശരിയായൊരു പ്രശ്നമാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ്. എങ്കിൽ കൂടിയും സംസ്ഥാനം പറയുന്നതിനകത്തൊരു യുക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോൾ ആൻ്റണിയും തോമസ് ഐസക്കും തമ്മിലാണല്ലോ മത്സരം വരുന്നത്. കഴിഞ്ഞ തവണ 2,98,000 വോട്ടാണ് കെ. സുരേന്ദ്രൻ അവിടെ നേടിയത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ 2 ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകൾ മത്സരിക്കുന്നതിനിടയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വന്നാൽ അതിൻ്റെ സാധ്യത എത്രമാത്രമാണ് എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ കേൾക്കുന്നതനുസരിച്ചാണ് പി.എസ്. ശ്രീധരൻപിള്ള അവിടുത്തെ സഭാ നേതൃത്വവുമായി ഇവരെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് NSS-ഉമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കവും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ BDJS-ന് സീറ്റുകൾ കൊടുത്താൽ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ച കണക്ക് അവരുടെ ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കും മത്സരിക്കുക. 4 സീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? എറണാകുളത്ത് അനിൽ ആൻ്റണി വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് BJP അലട്ടുന്നൊരു പ്രശ്നമാണ്. കാരണം ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഐക്യം സ്ഥാപിച്ചെടുക്കുക, അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വോട്ട് ബാങ്കിനെ കൂടി സ്വാംശീകരിക്കുക എന്നൊരു തന്ത്രം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലിസ്റ്റിൽ തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് BJP-ക്ക്. അപ്പോൾ 2-3 സീറ്റുകൾ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി മാറ്റിവെക്കാൻ BJP നിർബന്ധിതമാകും. അതുകൊണ്ട് ആ ഒരു അവ്യക്തത നിശ്ചയമായും നിലനിൽക്കുന്നു. അത് വരും ദിവസങ്ങളിൽ ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് അടുത്ത ആഴ്ചയാകും ഈ പറയുന്ന അന്തിമ പട്ടിക വരാനാണ്. ഇപ്പോൾ 27-ാം തീയതി നരേന്ദ്രമോദി കെ. സുരേന്ദ്രൻ നയിക്കുന്ന റാലിയുടെ അവസാനം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണല്ലോ ഈ പറയുന്ന തിരുവനന്തപുരത്ത്. 27 എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ്. അപ്പോൾ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ജാഥയിൽ തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും എന്നുള്ളത് വളരെ പ്രധാനമായി വരും. കാരണം വെച്ചാൽ ആ റാലിയിൽ ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടി പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു അനിവാര്യതയായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വളരെ വലുതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും 27-ാം തീയതിയോടുകൂടി ചിത്രം വ്യക്തമാകാനാണ് സാധ്യത. തൃശ്ശൂരിൽ ഏതായാലും കൺഫ്യൂഷൻ ഒന്നുമില്ല. സുരേഷ് ഗോപി മത്സരിക്കും, പാലക്കാട് കൃഷ്ണകുമാർ മത്സരിക്കുമെന്ന കാര്യത്തിലും സംശയങ്ങളൊന്നുമില്ല. എന്നാൽ വടക്കോട്ട് പോക്കുമ്പോൾ വീണ്ടും അവ്യക്തമാവുകയാണ് അല്ലേ. കാസർഗോഡ് കൃഷ്ണദാസ് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല.
MD രമേശും കൃഷ്ണദാസും ഒക്കെ ഈ ക്ലസ്റ്റർ ഹെഡ്സ് ആണ്. അങ്ങനെയുള്ള ആളുകൾ മത്സരിക്കേണ്ട എന്നൊരു നിലപാട് ദേശീയ നേതൃത്വത്തിനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കാസർഗോഡാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഇവിടെ മത്സരിക്കും. ഇവർ ആരായിരിക്കും വരിക? ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുക? കാരണം കഴിഞ്ഞ പ്രാവശ്യം വലിയ ഒരു മുന്നേറ്റം ആറ്റിങ്ങിൽ ഉണ്ടാക്കിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ. അവരെ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യുക? ഈ രീതിയിലൊക്കെയുള്ള അവ്യക്തത നിശ്ചയമായും BJPയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഈ ഘട്ടത്തിൽ അവരൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും എന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഈ പറയുന്ന 24 ഈ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും അവരവരുടെ ഒരു ഗ്രോത്ത് കാണിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മുടെ പ്രീ പോൾ സർവേ അത് കൃത്യമായി പ്രവചിക്കുന്നുമുണ്ട്. അവരൊരു 20% വോട്ടിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ പല മണ്ഡലങ്ങളിലുമുണ്ട്. എന്നിരിക്കെ വളരെ പെട്ടെന്ന് സത്യത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. അവസാനം ഈ സാബു ജേക്കബിൻ്റെയൊക്കെ വരെ വാതിൽ മുട്ടുന്നൊരു സാഹചര്യം NDAക്ക് ഉണ്ടായി എന്നുള്ളത് അത് മത്സരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സാബു ജേക്കബിൻ്റെ വാതിൽ മുട്ടുക, ശോഭനയുടെ വാതിൽ മുട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പല ശ്രമങ്ങൾ BJP നടത്തുന്നുണ്ട്. വളരെ അവ്യക്തമാണ് ഈ നിമിഷം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക. ശരി, നമ്മുടെ സമയക്കുറവ് മൂലം ചുരുക്കി എല്ലാവരും പറയാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ അരുൺ. സ്മൃതി, ഇതിൽ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കീറാമുട്ടിയായി നിൽക്കുന്നുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്തിൽ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ മറ്റു പോംവഴികളില്ല. കാരണം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിച്ചിരുന്നത് കർണാടകയിലെ സദാനന്ദ ഗൗഡ ഉപേക്ഷിച്ചു പോയ ബാംഗ്ലൂർ നോർത്ത് സീറ്റാണ്. ഈ ബാംഗ്ലൂർ നോർത്ത് സീറ്റ് വളരെ സേഫായൊരു സീറ്റാണ്. ബാംഗ്ലൂർ നോർത്തിൽ 2.5 ലക്ഷം വോട്ടിനാണ് 2014 ജയിക്കുന്നത്. 2019 ആകുമ്പോഴും 1.5 ലക്ഷം വോട്ടുകൾക്കാണ് സദാനന്ദ ഗൗഡ ജയിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലമാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം മുതൽ തന്നെ നോട്ടമിട്ടിരുന്നത്. എന്നാൽ നിർമ്മലാ സീതാരാമൻ ഒരുപക്ഷെ ഈ ബാംഗ്ലൂർ നോർത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനൊരു നീക്കം നടത്തിയത്. മാത്രവുമല്ല, ജയിച്ചാൽ മന്ത്രി എന്നതാണ് ഒരു വാഗ്ദാനം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ താല്പര്യമില്ലെന്നറിയുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടത് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്ന കൂടിയാലോചനകൾക്ക് ശേഷം നേതാക്കൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ തിരിച്ചിങ്ങോട്ട് വരികയാണ്. ആ ഘട്ടത്തിൽ K. സുരേന്ദ്രൻ്റെ പേര് തിരുവനന്തപുരത്ത് പരിഗണിക്കാം എന്ന ഒരു ചർച്ച കൂടി നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് നടന്ന ഒരു തീരുമാനമാണെന്ന് മനസ്സിലാവുന്നു. പക്ഷേ അന്തിമ തീരുമാനമായില്ല. അതിന് പിന്നിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് K. സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പിന്മാറിയാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് എത്തുന്ന തലത്തിലേക്ക് വന്നേക്കാം. രണ്ടാമത്തത് ഇപ്പോൾ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയ്ക്ക് മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഭാ നേതൃത്വവുമായി വളരെ റാപ്പോ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നൊരു നേതാവാണ്. അവിടുത്തെ നായർ കമ്മ്യൂണിറ്റി വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 14% വോട്ട് ബാങ്ക് അവിടെ നായർ കമ്മ്യൂണിറ്റിക്കുണ്ട് താനും. അപ്പോൾ PS ശ്രീധരൻപിള്ള വന്നാൽ അദ്ദേഹത്തെ ലോ മിനിസ്റ്റർ എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം ആയി വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ PS ശ്രീധരൻപിള്ള അവിടെ ഒരു വലിയ ക്യാച്ചാണ് എന്ന് കൂടി പറയുന്നു. പിന്നീട് സുരേഷ് ഗോപിയും വരുന്നതോടുകൂടി. അപ്പോൾ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ ഈ സ്ഥാനാർത്ഥികളിൽ പലരെയും പരേഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ സാധാരണ BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. വളരെ നേരത്തെ തൃശ്ശൂർ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ, ഒരിടത്തും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ വൈകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നികേഷ് കുമാർ. എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിലെയും കേരളത്തിലെയും പൊതുസ്ഥിതിയും ഉണ്ണി ബാലകൃഷ്ണനും അതുപോലെ തന്നെ ഡോക്ടർ അരുണും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 100 സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിക്കുമെന്നും അതിൽ കേരളത്തിലെ 5 മുതൽ 7 വരെയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ അമിത്ഷായും നരേന്ദ്രമോദിയും വന്നൊരു കാൻഡിഡേറ്റിനെ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയാണ്. അവിടെ പോലും ഔദ്യോഗിക പ്രഖ്യാപനം ഇല്ലാത്ത അവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. അപ്പോൾ BJPയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള കാലുഷ്യങ്ങൾ, ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉദാഹരണത്തിന് PC ജോർജിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. PC ജോർജിന് അവിടെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് PS ശ്രീധരൻപിള്ളയുടെയും കുമ്മൻ രാജശേഖരൻ്റെയും ഒക്കെ പേര് വരുന്നത് PC ജോർജ് അവിടെ മത്സരിക്കുമെന്ന് കേട്ടപ്പോഴുള്ള ഒരു ഏനക്കേടാണ് എന്നുള്ളതാണ്.
അപ്പോൾ ആ നിലയിൽ ആ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പി സി ജോർജ് തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് തിരുവനന്തപുരത്ത് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു സാധ്യതയുമില്ല, പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. കാരണം പന്ന്യൻ രവീന്ദ്രൻ മുന്നോട്ട് വരുന്നു. അതിപ്പോൾ ഒരു പന്ന്യൻ വേഴ്സസ് ശശി തരൂർ വേഴ്സസ് പന്ന്യൻ ആകുമോ എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങളിലൂടെ അറിയാം. കാരണം നേരത്തെ LDF ഒരു ദുർബലമായ 3ാം സ്ഥാനത്ത് പോയി, അത് 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്തുക എന്നുള്ള ഉദ്ദേശം ഏതായാലും LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിക്കുന്ന ഒരു ആശയക്കുഴപ്പം യഥാർത്ഥത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ സ്മൃതി, ഇത് കേരളത്തിലെ മാത്രം വിഷയമല്ല. നമ്മൾ ദേശീയ തലത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ BJPയുടെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ, ആം ആദ്മി പാർട്ടിയായിട്ട് കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കുന്നു, SP-യുമായി കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കുന്നു, തമിഴ്നാട്ടിൽ DMK അതിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നു, മഹാരാഷ്ട്രയിൽ അവിടുത്തെ മഹാഗഡ്ബന്ധൻ, ബീഹാറിൽ അവിടുത്തെ മഹാഗഡ്ബന്ധൻ ഒക്കെ തന്നെയും സജീവമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ BJPയുടെ NDA ഘടകകക്ഷികളെ നോക്കൂ, അവരുമായിട്ട് ഒരു സീറ്റ് വിഭജന ചർച്ചയും മുന്നോട്ട് പോകുന്നില്ല. ഉദാഹരണത്തിന് സീറ്റ് വിഭജന ചർച്ച നടത്തേണ്ടത് പ്രധാനമായും ബീഹാറിലാണ്. ബീഹാറിലൊക്കെ തന്നെയും ഒരുപക്ഷെ നിതീഷ് കുമാറുമായിട്ടുള്ള മുന്നണി ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ എത്ര സീറ്റുകൾ നിങ്ങൾക്ക്, എത്ര സീറ്റുകൾ ഞങ്ങൾക്ക് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടാവും. പക്ഷേ മഹാരാഷ്ട്രയിൽ അത് ഉണ്ടായിട്ടില്ല. പഞ്ചാബിൽ അകാലിദളുമായിട്ട് ധാരണയുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, അത് നടക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അകാലിദളുമായിട്ടും RLD-യുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലാണ് യഥാർത്ഥത്തിൽ BJP. നമ്മൾ ആദ്യം കണ്ട ഒരു പേസ് ഉണ്ടല്ലോ, ആ പേസ് യഥാർത്ഥത്തിൽ ദേശീയ തലത്തിലുമില്ല, സംസ്ഥാന തലത്തിലും. അതെ, സംസ്ഥാന തലത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് സംസ്ഥാന ഘടകത്തിന് ഇതിലൊരു വ്യക്തത കുറവുണ്ട്, ആരാകും സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ. കാരണം സംസ്ഥാന ഘടകത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കേന്ദ്ര നേതൃത്വം. കാരണം ഇവിടെ ഒരു ഏജൻസി, 2 ഏജൻസികളെ വെച്ച് പഠനം നടത്തി ആരൊക്കെ നിന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ മുന്നേറാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് നിശ്ചയിച്ചത് തന്നെ. അതേ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ നോർത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഇവിടെ തന്നെ മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് കാരണം 2 ഏജൻസികൾ നടത്തിയ പഠനമാണ്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം തന്നെ വരുമായിരിക്കാം. 29-നാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള യോഗവും പ്രഖ്യാപനവും എന്നൊക്കെ പറയുമ്പോഴും 27-ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥികളെ കൂടി ഇരുത്തിയിട്ടുള്ള ഒരു പരിപാടി, ഒരു നാടകീയമായ അല്ലെ ഒരു ഡ്രാമ നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അദ്ദേഹമാണ് തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി എന്നുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട വസ്തുത എനിക്ക് തോന്നുന്നു കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എത്രത്തോളം കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കുന്നു കേന്ദ്ര നേതൃത്വം എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന് പദയാത്ര മുന്നോട്ട് പോവുകയാണല്ലോ, പദയാത്രക്കിടയിൽ പാട്ട് വിവാദമുണ്ടായി, SC/ST-കളുമായി ഇരുന്ന് ഭക്ഷണം എന്ന രൂപത്തിലുള്ള വിവാദമായ പരാമർശമുണ്ടായി. ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളിൽ എങ്ങനെയാണ് കേന്ദ്ര നേതൃത്വം പ്രതികരിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ജാവ്ദേക്കർ പരസ്യമായി തന്നെ അതിൽ ആ പാട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ രൂപത്തിൽ സംസ്ഥാന ഘടകത്തെ അത്ര ഗൗരവത്തിൽ കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണം. ഇപ്പോൾ PC ജോർജ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ജനപക്ഷം ഇതിൽ BJP ലയിക്കുന്നത് സംസ്ഥാന ഘടകത്തിൻ്റെ അറിവോടെയോ താല്പര്യത്തോടു കൂടിയേ അല്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം നേരം ഡൽഹിയിൽ പോയിട്ടാണ് അവിടെ പാർട്ടിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ വേണമെന്ന ഒരു നിർദ്ദേശം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റ് 2 സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് നായർ വിഭാഗത്തിൻ്റെ നായർ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളതുകൊണ്ട് നായർ സ്ഥാനാർത്ഥി വേണമെന്നുള്ള നിർദ്ദേശം അങ്ങോട്ട് സംസ്ഥാന ഘടകം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ PC ജോർജിന് ഉള്ള വാഗ്ദാനം അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഷോൺ ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിച്ചുകൊണ്ട് അവിടെ BDGS-ന് മറ്റൊരു സീറ്റ് നൽകാനുള്ള ആലോചന പോലും നടക്കുന്നെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് ആ ഉറപ്പുകൾ നൽകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകുന്നു. സംസ്ഥാന ഘടകത്തിന് ഒരു വ്യക്തത കുറവുള്ള ഒരു സാഹചര്യം അത് യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തെ നേതാക്കൾ പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ 2020-യുടെ നേതാവിനെയും ശോഭനയും അടക്കം സമീപിച്ചു എന്നുള്ള വാർത്ത അവിടെ നിൽക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ 27-ാം തീയതി ഏത് രൂപത്തിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിലെങ്കിലും വ്യക്തത വരുമോ എന്ന് നമുക്ക് നോക്കാം. ചിത്രം വ്യക്തമായോ എന്നുള്ള ചോദ്യത്തിന് നമുക്കിവിടെ അവസാനിപ്പിക്കല്ലേ? ചിത്രം വ്യക്തമായോ എന്ന ചോദ്യത്തിന് വ്യക്തമായി എന്ന് 3 പേർ അഭിപ്രായപ്പെടുമ്പോൾ വ്യക്തമായില്ല എന്നല്ലേ 3 പേർ? അതെ, വ്യക്തമായില്ല എന്ന് 3 പേർ അഭിപ്രായപ്പെട്ടു. വ്യക്തമായി എന്ന് ഒരാൾ അഭിപ്രായപ്പെടുന്നു. ആർക്കാണ് വ്യക്തമായത്? എനിക്ക് തോന്നുന്നത് ഡോക്ടർ അരുണാണോ? അല്ല, വൈകിട്ടില്ല എന്നുള്ള അഭിപ്രായം. വൈകിട്ടില്ല അല്ലേ? ഓക്കെ, വൈകിട്ടില്ല. ശരി. ഓക്കെ, നമ്മളിപ്പോൾ ഈ ദൂരെ നിന്ന് സംസാരിക്കുന്നുണ്ടോ കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ? അടുത്ത ദിവസം പരിഹരിക്കാം. കൂടുതൽ പെട്ടെന്ന് ഞാൻ ആശങ്കപ്പെടുന്നത് കള്ളവോട്ട് നടന്നോന്നാണ്.
ഇല്ല, കള്ളവോട്ടില്ല. നമ്മുടെ ഇടയിൽ കള്ളവോട്ടില്ല. ഏതായാലും ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സ് അവസാനിക്കുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.